നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ചതിച്ച് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി പോയപ്പോ അവനെതിരെ നല്ല വെടിപ്പാറ്റ് പണി തീർക്കുന്നവന്മാരുടെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ ചത്തു മുലച്ചേനെ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്ക രാജു, അല്ലാതെ അച്ഛനെ കൊല്ലാൻ വന്നതൊന്നും അല്ല. അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായപ്പോ ഞാൻ കാണാൻ വന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അച്ഛനെ കാണാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരുന്നപ്പോ രാജു എന്നോട് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന്. എന്നിട്ട് രാജു എന്നെ വീട്ടിൽ കയറ്റി വിട്ടിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നതാ. അത് നല്ലൊരു ഉദ്ദേശത്തോടെ വന്നതാ ഞങ്ങള്. അതിനെ വളച്ചൊടിച്ച് അച്ഛനെ കൊല്ലാൻ വന്നതാണെന്ന് പറഞ്ഞ് രാജുവിനെ ലോക്കപ്പിലാക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇങ്ങനൊരു തല തിരിഞ്ഞവനെ അച്ഛൻ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്. അച്ഛൻ ഒരിക്കലും എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തന്നിട്ടില്ല. സാധിച്ചു തരാൻ വേണ്ടി ഞാനൊന്നും അച്ഛനോട് പറഞ്ഞിട്ടുമില്ല. ശരിയാ, പക്ഷെ ഇത് എന്റെ ജീവിതമായിരുന്നില്ല അച്ഛ. ഈ ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിച്ച് തീർക്കേണ്ട ആളെ എനിക്കും കൂടി തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. അച്ഛന്റെ സ്വന്തം മോളല്ലേ ഞാൻ. എല്ലാം തീരുമാനിച്ച് ഉറപ്പിക്കുന്നതിന് മുൻപ് എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? എല്ലാം പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങളാ. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ കല്യാണം കഴിച്ചു. രാജുവിനെ കല്യാണത്തിന് വേണ്ടി ഞാനാണ് നിർബന്ധിച്ചത്. അതിനാണോ എല്ലാവരും ചേർന്ന് രാജുവിനോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നത്? അച്ഛ, രാജു ഒരു പാവമാണ് അച്ഛ. നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ ആ പാവത്തിനെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചത്. ദയവ് ചെയ്ത് രാജുവിനെ വെറുതെ വിടാൻ പറയണം. ഒരു മകളായിട്ട് എന്റെ അപേക്ഷ എടുക്കണ്ട. അച്ഛൻ ഭരിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രജയുടെ അപേക്ഷയായിട്ട് കണ്ടാ മതി. പ്ലീസ് അച്ഛൻ. ഇനി അച്ഛന് ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ലെങ്കിൽ എന്നെ കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ പറയച്ച. ദീപകേ, ഞാൻ മനസ്സിൽ നിന്ന് അറുത്ത് കളഞ്ഞ ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഈ കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിയിട്ട് പരാതിയില്ല എന്നെഴുതി സൈൻ ചെയ്ത് കൊടുത്തേക്ക്. അല്ല മാമ, സോറി സർ, ഞാൻ ഈ കംപ്ലൈന്റ് തിരികെ വാങ്ങില്ല. ഞാനത് ചെയ്താ അവനിതൊരു വളാവും. ഞാൻ ചെയ്യില്ല. സത്യം പറഞ്ഞ ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്. എന്നെ ചതിച്ച് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി പോയപ്പോ അവനെതിരെ നല്ല വെടിപ്പാറ്റ് പണി തീർക്കുന്നവന്മാരുടെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ ചത്തു മുലച്ചേനെ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവാണ് ആ മനുഷ്യൻ. നീ ഇപ്പൊ കൊടുത്ത കള്ളപ്പരാതി കാരണം രാജുവിന്റെ ശരീരത്തില് ഈ പാടുകൾ അത്രയുണ്ടായത്. രാജുവിനെ കൊണ്ട ഓരോ അടിയും എന്റെ ഉള്ളില് മുറിവുകൾ ഉണ്ടാക്കുന്നത്. അത്രമാത്രം വിഷമിച്ച് നിൽക്കുന്ന എന്റെ മുന്നിൽ വെച്ച് രാജുവിനെ കൊല്ലുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? എന്റെയും എന്റെ അച്ഛന്റെയും
ഇടയിലുണ്ടായിരിക്കുന്ന 99% പ്രശ്നങ്ങളും നീ നിന്റെ അമ്മയും ചേർന്ന് ഉണ്ടാക്കിയതാ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴും അതിനെ വളർത്തി വലുതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. ഓരോ പ്രശ്നങ്ങളും സോൾവ് ആക്കി അച്ഛനോട് അടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അപ്പൊ അടുത്ത പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ വരും. സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുക ചെയ്തത്. ഞങ്ങളുടെ ജീവിതത്തില് സന്തോഷം തല്ലിക്കെടുത്തുകയാണ് നിങ്ങൾ ചെയ്തത്. അറിയാൻ വേണ്ടി ചോദിക്കുക, ഞാനും അച്ഛനും നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ ജീവിതം നശിപ്പിച്ച് നശിപ്പിച്ച് ഒരു പരുവത്തിലെത്തിച്ചു. എല്ലാത്തിനും ഒടുവിൽ എന്നെ സഹായിക്കുന്നതിനും എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നതിനും എന്റെ ഏതാഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനും പ്രാധാന്യം കൊടുക്കുന്ന രാജുവിനെ കണ്ടത്. എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ രാജുവിനെ കല്യാണം കഴിച്ചതും അവന്റെ കൂടെ ജീവിക്കുന്നതും. അതിനും നിങ്ങളൊന്നും എന്നെ അനുവദിക്കില്ലേ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? മരിക്കണോ? എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും ദീപക്കെ, നിനക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. നാണം കെട്ട് എന്റെ പുറകെ ഇങ്ങനെ വരാതെ. ദീപകെ, കംപ്ലൈന്റ് പിൻവലിക്കുക. ഇവന്റെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് അവനെ ഇറക്കി വിട്ടേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ തനിക്കൊരു വാണെങ്കിൽ മാത്രം ഒതുങ്ങാം. അല്ലെങ്കിൽ സസ്പെൻഷൻ മേടിച്ച് വീട്ടിയിരിക്കാം. തീരുമാനം ഇനി തന്റെയാ. കോൺസ്റ്റബിൾ, രാജുവിനെ ഇറക്കി വിടും. ഗുഡ്. സർ, അദ്ദേഹത്തെ കണ്ടോ സർ? എന്താണ് സർ അദ്ദേഹം പറഞ്ഞത്? അമ്മായി അച്ഛനായ സാറിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? സാറിന് എന്താ പറയാനുള്ളത്? പറയൂ സർ. സർ, ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അത് ഇങ്ങനൊരു സിറ്റുവേഷനിലല്ല. നാളെ പ്രസ് ക്ലബ്ബിൽ വെച്ച് കാണാം. സാർ ഇത് മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഇപ്പൊ ഇതിനൊരു മറുപടി പറയൂ സർ. സർ. സർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.